ജനാധിപത്യത്തിൽ ഒരു ഗവൺമെന്റിനെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ ജനങ്ങളാൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെന്റാണ് എന്നാണല്ലോ വയ്പ്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് എന്തിനാണ് പ്രചരണ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? അതായത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഗവൺമെന്റിന്, അതുകൂടാതെ സ്വകാര്യ PR ഏജൻസികൾ, പ്രചരണ ഏജൻസികളുമുണ്ട്. ഇതെല്ലാം പോരാഞ്ഞാണ് ഇപ്പോൾ സർക്കാർ വേറെ ഒരു ഏജൻസിയെ കൊണ്ടുവരാനായിട്ടുള്ള തന്ത്രവുമായി മുന്നോട്ട് പോകുന്നത്. ആ പുതിയ ഏജൻസിയാണ് സ്പെഷ്യൽ സ്ട്രാറ്റജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കീം. അപ്പോൾ ഈ സ്പെഷ്യൽ സ്ട്രാറ്റജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കീം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ആണ് കൊണ്ടുവരുന്നത്? അതായത് ഗവൺമെന്റ് നടത്തുന്ന ബഹുവിധങ്ങളായ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വികസന പദ്ധതികൾ, ഇവയെ പറ്റിയൊക്കെ കൃത്യമായി ജനങ്ങളുടെ മുൻപിൽ വിവരം നൽകുക. അതിനാണ് ഇങ്ങനെ ഒരു ഏജൻസിയെ ഇപ്പോൾ ഏർപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ നമുക്കറിയാം ലേറ്റ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, മറ്റതുപോലെ നായനാർ പോലെ LDFന്റെ തന്നെ പല മുഖ്യമന്ത്രിമാരും ഇരുന്ന സമയത്തൊക്കെ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് ഈ പറയപ്പെട്ട പ്രചാരണ തന്ത്രങ്ങളൊക്കെ, അത് വളരെ മിനിമം തോതിലാണ് പ്രചാരണ തന്ത്രങ്ങൾ നടത്തിയിരുന്നത്. അപ്പോഴൊക്കെ ഒരു ക്ഷേമോന്മുഖ ഭരണം എന്ന ഐഡിയ ഈ മുഖ്യമന്ത്രിമാരെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന മന്ത്രിമാരെയും സ്വാധീനിച്ചിരിക്കാം. പക്ഷേ ആ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് പോരാ എന്ന് തോന്നിയാണ് LDF ഗവൺമെന്റ് 2016-17 വരുമ്പോഴത്തേക്കും PR ഏജൻസീസിനെ ഏർപ്പാടാക്കാൻ തുടങ്ങിയത്. അങ്ങനെയുള്ള PR ഏജൻസി ഏർപ്പെട്ട് മതമൈത്രി തകർക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ, ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ വന്നതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞതാണ്. അപ്പോൾ മുഖ്യമന്ത്രി അതിനെ ഡിസോൺ ചെയ്യുന്നു. പത്രക്കാർക്ക് ഒന്നും വയ്യാത്ത രീതിയിൽ ഓൺ ചെയ്യാനും ഡിസോൺ ചെയ്യാനും പറ്റാത്ത രീതിയിൽ പത്രങ്ങൾ നിൽക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരേ ഒരു PR ഏജൻസി അല്ല, പല PR ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്താണ് ഗവൺമെന്റ് മുഖം മിനുക്കൽ പരിപാടിയുമായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ ഗവൺമെന്റിന്റെ മുഖം മിനുക്കൽ പരിപാടി, അതായത് PR ഏജൻസിയെ കൊണ്ട് നടത്തിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒക്കെ ഖജനാവിൽ നിന്നാണ് പണം പോകുന്നത്. ഖജനാവിൽ നിന്ന് പണം പോകുന്നു എന്ന് മാത്രവുമല്ല, ഖജനാവിന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം. കടമെടുക്കാനുള്ള എല്ലാ പഴുതുകളും അടഞ്ഞു നിൽക്കുകയാണ്. റവന്യൂ വരുമാനത്തിൽ ഉണ്ടാകുന്ന ആ വരുമാനമായി വരുന്ന നികുതിയേതര വരുമാനം സമാഹരിക്കുന്നത് എവിടെ പോകുന്നു എന്ന് പോലും അറിയാൻ വയ്യാത്ത സ്ഥിതിയാണ്. തൊട്ടു മുൻപാണ് ഗ്രാന്റ് ഇൻ എയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശമ്പളം സ്വന്തം നിലയിൽ കണ്ടെത്തണം എന്ന് ഒരു അറിയിപ്പ് ഗവൺമെന്റിൽ നിന്ന് വന്നത്. 200ഓളം ഗ്രാന്റ് ഇൻ എയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെന്റ് തന്നെ രൂപീകരിച്ച, പല ഘട്ടങ്ങളിലായി പല ഗവൺമെന്റുകൾ രൂപീകരിച്ച ഗ്രാന്റ് ഇൻ എയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നത്. തീർച്ചയായും ഗ്രാന്റ് ഇൻ എയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്വന്തം നിലയിൽ ഫണ്ട് കണ്ടെത്തേണ്ടതാണ്. അതായത് ശമ്പളത്തിന് വേണ്ടിയല്ല, അങ്ങനെ കണ്ടെത്താൻ വേണ്ടിയാണല്ലോ ഓരോ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, പല ബഹുമുഖ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് ഒരു ഗ്രാന്റ് ഇൻ എയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുന്നത്. എന്നിട്ട് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് റിക്രൂട്ട്മെന്റ്സ്, ജീവനക്കാരെ നിയമിക്കുന്നു. അങ്ങനെ എല്ലാം, അതിനെല്ലാം വേണ്ടി ചെലവ് വരും, നല്ല ചെലവ് വരും. അത് ഗവൺമെന്റിൽ നിന്ന് കൊടുക്കാം, അവർക്ക് തന്നെ കണ്ടെത്താവുന്ന അത്രയും കണ്ടെത്താം, അവരത്രയും കണ്ടെത്തണം. അങ്ങനെ പർപ്പസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. പല പദ്ധതികളും അവർ നടപ്പാക്കണം. അങ്ങനെയുള്ള ഉദ്ദേശത്തോടെയാണ് ചില മേഖലകളെ കേന്ദ്രീകരിച്ച് ഇങ്ങനെയുള്ള ഗ്രാന്റ് ഇൻ എയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത്. അപ്പൊ അവർക്ക് പോലും ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല എത്തൊരവസ്ഥ വന്നു. അവര് വലിയ പ്രതിസന്ധിയിലായി. അങ്ങനെ ഇരിക്കെ ഇല്ല, ശമ്പളം ഗവൺമെന്റ് തന്നെ കൊടുക്കാൻ ശ്രമിക്കും, എങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ അവർ ശ്രമിക്കണമെന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്തു. എന്ന് വെച്ചാൽ ഇന്നേ വരെ, അതായത് കേരളം ഫോം ചെയ്തത് 1956-ലാണെങ്കിൽ നാളിതുവരെ ഈ കാലഘട്ടത്തിൽ പലപ്പോഴായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് 200ഓളം വരുന്ന ഗ്രാന്റ് ഇൻ എയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഈ ഗ്രാന്റ് ഇൻ എയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒക്കെ ഇതുവരെ ഒരു പ്രശ്നവുമില്ലാതെ ശമ്പളം കൊടുത്തിരുന്ന സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോഴാണ് ശമ്പളം കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് താഴുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നത്. പിന്നെ ആ പ്രസ്താവന പിൻവലിക്കുന്നു. ഇനി നമുക്ക് അറിഞ്ഞുകൂടാ അടുത്ത മാസം 1-ാം തീയതി വരുമ്പോൾ ആർക്കൊക്കെ ശമ്പളം കിട്ടും, ആർക്കൊക്കെ പെൻഷൻ കിട്ടും, കിട്ടില്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത്തരം ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോഴും 4 മാസത്തെ
എന്താണ് പറയുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതെന്ന് വെച്ചാൽ 62 ലക്ഷം പേർക്ക് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെയാണെങ്കിൽ നേരെ വിപണിയിലേക്ക് എത്തുന്ന പണമാണ്. ഈ 1600 രൂപ വീതം ഓരോരുത്തരുടെയും കയ്യിൽ കിട്ടി 62 ലക്ഷം പേരെ അതുപോലും കൊടുക്കാൻ 4 മാസത്തെ കുടിശ്ശിക കിടക്കുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ സംസ്ഥാന ഗവൺമെന്റ് കടന്നു പോവുകയാണ്. ധനപ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധി ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഓരോ മലയാളി പൗരനും അന്തം വിട്ടു നിൽക്കേണ്ട അവസ്ഥയാണ്. ഈ ഖജനാവിന് എന്ത് സംഭവിക്കുന്നു, ഇവിടുത്തെ ഭരണത്തിന് എന്ത് സംഭവിക്കുന്നു, ഭരണകൂടം എന്താണ് ചെയ്യുന്നത്, ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം നാം. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ ഈ പറഞ്ഞതുപോലെ പ്രചരണ തന്ത്രം, അതായത് ഗവൺമെന്റിന് അറിയാം ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങളോ വികസന പ്രവർത്തനങ്ങളോ വെച്ച് ഒരു തിരിച്ചുവരവ് സാധ്യമല്ല, അസാധ്യമാണ്. അത്ര മോശം പെർഫോമൻസ് ആണ് ഗവൺമെന്റ് ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് കാഴ്ചവെച്ചിരിക്കുന്നത്. സാധാരണ യുക്തിസഹമായി ചിന്തിക്കുകയും കണ്ണു തുറന്ന് ജീവിക്കുകയും ചെയ്യുന്ന ഒരു മലയാളിക്ക് പോലും ഈ ഗവൺമെന്റിന്റെ കർമ്മ പദ്ധതി ഒരു തരത്തിലും ഇഷ്ടപ്പെടുകയില്ല. അത്ര മോശമായ കർമ്മങ്ങളിലൂടെ, അതായത് 1000 വാഗ്ദാനങ്ങൾ നൽകി അതിൽ 927 നടപ്പാക്കി എന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. ഈ 927 പ്രോഗ്രാംസിന് അതിൽ പലതിനും യെസ് എന്നിട്ട് ടിക്ക് ചെയ്തിട്ടുണ്ടാകും ആ പ്രോഗ്രാമിന്റെ നേരെ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കല്ലിടേണ്ടടുത്ത് ഒരു കല്ലിട്ടിട്ടുണ്ടാകും. അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട മുറിക്കേണ്ടടുത്ത് ഒരു നാട മുറിച്ചിട്ടുണ്ടാകും. അതിൽ കൂടുതലായിട്ട് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അതിനാണ് 927 പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കി, ഇനി ബാക്കിയുള്ളതും ഈ വരാനിരിക്കുന്ന കാലം കൊണ്ട് നടപ്പാക്കുമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ എങ്ങനെ പൊടിയിടാം, അങ്ങനെ പൊടിയിടുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനാണ് ഈ പറയപ്പെട്ട സ്പെഷ്യൽ സ്ട്രാറ്റജി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടീം. ഓർക്കുക, സ്പെഷ്യൽ സ്ട്രാറ്റജി, അതായത് വളരെ പ്രത്യേകതര നയതന്ത്രങ്ങൾ രൂപീകരിക്കുക, അങ്ങനെ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ജനങ്ങളിലേക്ക്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് ഈ സ്പെഷ്യൽ സ്ട്രാറ്റജി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടീമിൽ വരുന്നത്. അപ്പൊ ഇതിനെ പറ്റിയുള്ള ചിന്തകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ ഫണ്ടാണ് ഇതിനു വേണ്ടി നിർദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് വെട്ടിച്ചുരുക്കി ഇപ്പോ അത് 10.47 കോടി പുതുതായിട്ട് ചെലവ് വരുന്ന ഒരു പദ്ധതിയായിട്ടാണ് രൂപം കൊള്ളുന്നത്. അപ്പൊ ഈ 10.47 കോടി ധനപ്രതിസന്ധി ഇത്ര രൂക്ഷമായിരിക്കെ ആര് ചെലവഴിക്കും? ഇത് ഖജനാവിൽ നിന്നല്ലത്ര പോകുന്നത്, ഖജനാവിൽ നിന്നല്ല എന്നാണ് നമുക്ക് തരുന്ന ആശ്വാസവാക്ക്. പിന്നെ എവിടുന്നാണ് ഈ 10.47 കോടി വരുന്നത്? ഇത് വരുന്നത് കിഫ്ബിയിൽ നിന്നാണ്. ഏതാണ് ഈ കിഫ്ബി? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന് വെച്ചാൽ എന്താണ്? അത് പ്രചരണ വേലയ്ക്കുള്ളതല്ല, നമ്മുടെ ഭൗതിക സൗകര്യ വികസന ഫണ്ട് നിധിയാണിത്. അതായത് ബജറ്റിന് പുറത്ത് എന്ന് പറഞ്ഞ് 2016-17 ബജറ്റിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. അത് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല. ഭൗതിക അടിസ്ഥാന സൗകര്യ മേഖലയിൽ വരുന്നതാണ് നമ്മുടെ റോഡുകള്, പാലങ്ങള് എന്ന് തുടങ്ങിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും. ഇത്തരമുള്ള ഭൗതിക അടിസ്ഥാന സൗകര്യവും സാമൂഹ്യ അടിസ്ഥാന സൗകര്യവും നൽകാനായിട്ട് ഫണ്ട് കണ്ടെത്താൻ, കടമെടുക്കൽ തന്നെ ബോണ്ട് വഴിയായിട്ട്, കിഫ്ബി ബോണ്ട് വഴി അങ്ങനെ ഫണ്ട് കണ്ടെത്താൻ കൊണ്ടുവന്നതാണ് കിഫ്ബി. പക്ഷെ ഈ കിഫ്ബിയെ പറ്റിയും നാം ഓർക്കണം. ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് പറയുന്നു ഇത് ബജറ്റിന് പുറത്താണ് എന്ന്. പക്ഷേ കേരള ഗവൺമെന്റ് അങ്ങനെ പറയുമ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും, അതായത് ഫിനാൻസ് മിനിസ്ട്രി പറയുന്നത് എന്താണ്? അല്ല, ഇത് ബജറ്റിന് പുറത്തല്ല, ഇത് ബജറ്റിനകത്താണ്. എന്താണ് അവരതിന് പറയുന്ന കാരണം? ഇത് കൊണ്ടുവന്ന, ഈ കിഫ്ബി കൊണ്ടുവന്ന വർഷം തന്നെ ഒരു ബജറ്റില് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു 1% സെസ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ചെലുത്തും. അത് നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്. എന്തിനാണ്? പലിശയും മുതലും തിരിച്ചു കൊടുക്കാൻ. നമ്മളൊരു സെസ്, നമ്മുടെ ബജറ്റിൽ ഒരു സെസ് ഏർപ്പെടുത്തിയാൽ അത് എങ്ങോട്ടാ പോകേണ്ടത്? അത് ഖജനാവിലേക്കാണ് പോകേണ്ടത്, അല്ലാതെ ഒരു എക്സ്റ്റേണൽ ഏജൻസിയിലേക്ക് അല്ല പോകേണ്ടത്. അപ്പൊ ഖജനാവിലേക്ക് പോകേണ്ട ഫണ്ട് കിഫ്ബിയിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ട് പറയുകയാണ്
കിഫ്ബി ബജറ്റിന് പുറത്താണെന്ന്. അങ്ങനെ മണ്ടത്തരം പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന ഒരു ഗവൺമെന്റ്. ഇനി രണ്ടാമത്തെ റീസൺ എന്താണ്? രണ്ടാമത്തെ റീസൺ 50% മോട്ടോർ വെഹിക്കിൾ ടാക്സ്. ആ മോട്ടോർ വെഹിക്കിൾ ടാക്സ് വരുമാനത്തിന്റെ 50% നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്. നോക്കൂ, അതും ഖജനാവിലേക്കല്ല പോകുന്നത്, കിഫ്ബിയുടെ അക്കൗണ്ടിലേക്ക്. പിന്നെ എങ്ങനെയാണ് അത് ബജറ്റിനകത്തല്ലെന്ന് പറയാൻ പറ്റുക? അപ്പൊ ഇതൊക്കെ കേട്ട് ഇതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന മൗഢ്യം അല്ലെങ്കിൽ യുക്തിരാഹിത്യം മലയാളികൾക്കുണ്ട്. മലയാളികളെ പറ്റിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ഭരണകൂടം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് ബജറ്റിന് പുറത്താണെന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നാല് സുഹൃത ജപം ചെല്ലുന്നത് പോലെ ഉരുവിട്ടുകൊണ്ടിരുന്ന ഇത് ബജറ്റിന് പുറത്താകില്ല. ബജറ്റിന് പുറത്തായതിന് അതിന് തിരിച്ചടവിനുള്ള ഫണ്ടും ബജറ്റിന് പുറത്തുനിന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ തിരിച്ചടവിനുള്ള ഫണ്ട് മുഴുവനും കണ്ടെത്തുന്നത് ബജറ്റിനകത്താണ്. അത് മാത്രവുമല്ല, എന്തുകൊണ്ടാണ് വ്യക്തികൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതിന്റെ കിഫ്ബിയുടെ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഗവൺമെന്റ് ഈസ് ദ ഗ്യാരണ്ടർ. അതാണ് മൂന്നാമത്തെ റീസൺ ഇത് ബജറ്റിനകത്താണ്, ബജറ്റിന് പുറത്തല്ല എന്ന് പറയാനായിട്ട്. പിന്നെ ഗവൺമെന്റ് ഈസ് ദ ഗ്യാരണ്ടർ എന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിൽ മാത്രം നിൽക്കുമോ? ഒരു ഫെഡറൽ സംവിധാനത്തില് സംസ്ഥാന ഗവൺമെന്റിന് ഇത്തരം കടങ്ങൾ കൊടുത്തു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ബാധ്യത ഏറ്റെടുക്കേണ്ട ചുമതല അൾട്ടിമേറ്റ്ലി വന്നെത്തുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലാണ്, ഫെഡറൽ സംവിധാനത്തില്. അപ്പോൾ ഈ സോവറിൻ ഗ്യാരണ്ടർ എന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെ പോലെ തന്നെ അതിനകത്ത് ഉൾപ്പെടുന്നു കേന്ദ്രവും. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇത് ബജറ്റിന് പുറത്തല്ല ബജറ്റിനകത്താണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനെടുക്കുന്ന ഫണ്ടാണെന്നോ നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞത്, ഇത് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി എടുക്കുന്ന ഫണ്ടാണ്. ഇതിൽ നിന്നാണ് 10.47 കോടി എങ്ങോട്ട് മാറ്റുന്നത്? 10.47 കോടി ഈ പറയപ്പെട്ട സ്പെഷ്യൽ സ്ട്രാറ്റജി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടീമിന്റെ നടത്തിപ്പിന് വേണ്ടി മാറ്റുന്നത്. അത് ഇൻഫ്രാസ്ട്രക്ചർ അല്ല. ഒരു കാരണവശാലും അത് ഇൻഫ്രാസ്ട്രക്ചറിൽ ലിസ്റ്റ് ചെയ്യാവുന്ന സാധ്യതയല്ല. ഇവിടെയല്ലേ നമ്മൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലെ വണങ്ങേണ്ടത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്താ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? അവസാന റിപ്പോർട്ടിൽ 2023 മാർച്ചിൽ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വകമാറ്റി ചെലവഴിക്കൽ. അപ്പൊ കിഫ്ബി ഫോം ചെയ്ത് എന്തിനാണെന്നാ പറഞ്ഞത്? ഇൻഫ്രാസ്ട്രക്ചറിന് ഫണ്ട് കണ്ടെത്താൻ. ഇവിടെ എന്തിനാണ് ചെലവഴിക്കുന്നത്? 10.47 കോടി സ്പെഷ്യൽ സ്ട്രാറ്റജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടീമിന്റെ നടത്തിപ്പിന്. ഈ ടീം എന്തിനുള്ളതാണ്? ഗവൺമെന്റിന് പ്രചാരണ ജോലി ചെയ്യാനായിട്ട്. അത് ഇൻഫ്രാസ്ട്രക്ചർ അല്ല. അത് ഇല്ലാത്ത ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നിക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം കേട്ടോ. അങ്ങനെയുള്ള ഒന്നിനാണ് 10.47 കോടി, അതായത് 10 രൂപ പോലും ഖജനാവിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് 10.47 കോടി ചെലവഴിക്കുന്നു എന്ന് പറയുന്നു. ഇതിനേക്കാൾ എത്രയോ മടങ്ങ് ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. കാരണം വലിയ സൂപ്പർ സ്റ്റാർസിനെ, സെലിബ്രിറ്റി സൂപ്പർ സ്റ്റാർസിനെ എന്ന് പറയുന്നത് പോലെ ഇവിടുന്ന് റിട്ടയർ ചെയ്ത സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, വലിയ ചീഫ് സെക്രട്ടറി ആയിട്ടൊക്കെ റിട്ടയർ ചെയ്ത് ഇനി പോക്കറ്റിലേക്ക് എന്ത് വരും എന്ന് വിചാരിച്ച് എത്തി നോക്കി നടക്കുന്ന സെലിബ്രിറ്റീസ് ഉണ്ട്. നമ്മുടെ സർക്കാർ സർവീസിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്ത IAS അല്ലാത്തവരുമായ IPS ഒക്കെ ആയവര്. അത്തരക്കാരെ കൊണ്ടുവന്ന് ഇതിന്റെ തലപ്പത്തിരിക്കും. അവർക്ക് ചിലപ്പോൾ AI എന്താണെന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്താണെന്നോ കാര്യമായിട്ട് അറിയില്ലായിരിക്കും. അതിന് പകരം വേറെ ആൾക്കാരെ നിയമിക്കും. അങ്ങനെ നിയമനങ്ങൾ നടത്തി 10.47 കോടി എന്ന് പറഞ്ഞെടുത്ത് 104.7 കോടിയായി മാറിയാലും അതിൽ കൂടുതലായാലും നമുക്ക് അന്തം വിട്ടു പോകാനേ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു പ്രചാരണ തന്ത്രത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഗവൺമെന്റ് ഈ ഒരു ടീമിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടീമിന്റെ ഉദ്ദേശം, ഈ ടീമിനെ കൊണ്ടുവരുന്നത് സത്യമായിട്ട് എന്താ? അതിന്റെ പുറകിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്, ഒരു ഗൂഢലക്ഷ്യം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ഗൂഢലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ രണ്ടാം പിണറായി ഗവൺമെന്റ് എങ്ങനെയാണ് ഭരണത്തിൽ വന്നത് ഓർമ്മയുണ്ടോ? കോവിഡ് ആയിരുന്നു അതിന്റെ ഒരു സഹായി. കോവിഡ് കാലത്ത് എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യവും ഹനിക്കപ്പെട്ട ആ കോവിഡ് കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പോ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ, അതായത് UPA ഗവൺമെന്റ് 2013 കൊണ്ടുവന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് 5 തരം പയറുവർഗ്ഗങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ, എഡിബിൾ ഓയിൽ, അതുപോലെ പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ ഏത് സാഹചര്യത്തിലാണോ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നത്, അത് ഇവയുടെ ലഭ്യത ഇല്ലാതെയാകുന്നത്, കേന്ദ്ര ഗവൺമെന്റ് അവ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ആ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഭക്ഷണം നമ്മുടെ അവകാശമാക്കുന്ന ആക്ടാണിത്. ആ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച്
ആവശ്യപ്പെട്ടിടത്തോളം ഭക്ഷ്യധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും എഡിബിൾ ഓയിലും പഞ്ചസാരയും ഒക്കെ കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായി കിട്ടുന്നു. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു? LDF ഗവൺമെന്റ് എന്ത് ചെയ്തു? അത് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും ആക്കി. കമ്മ്യൂണിറ്റി കിച്ചൺ ആക്കിയത് ആരെ കൊണ്ടാണ്? കുടുംബശ്രീ മെമ്പേഴ്സിനെ കൊണ്ട്. എല്ലായിടത്തും കമ്മ്യൂണിറ്റി കിച്ചൺസ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും സംതൃപ്തി. എത്ര ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റ്. പക്ഷെ ഗവൺമെന്റിനല്ല പൈസ ചെലവ്. ഗവൺമെന്റിന് പൈസ ചെലവുണ്ട്. ഏതിനാണ്? കുടുംബശ്രീകളെ കൊണ്ട് ഇതിന് നടത്തിക്കുന്നതിന് 4000 കോടിയാണ് കുടുംബശ്രീക്ക് വകയിരുത്തിയിരുന്നത് 2020-21 ബജറ്റില്. അപ്പൊ അങ്ങനെ, അതായത് ആ സ്പെഷ്യൽ ഒരു പാക്കേജ് 20,000 കോടിയുടെ കൊണ്ടുവന്നു. അതിനകത്ത് 4000 കോടി ഇവർക്ക് കൊടുക്കാനായിട്ട് മാറ്റിവെച്ചിരുന്നു. അപ്പൊ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ആണ് ഉള്ളിൽ ഓർമ്മയിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? കിറ്റ് ആരെ കൊണ്ട് കൊടുപ്പിച്ചു? ഈ പറയപ്പെട്ട അരിയും സാധനങ്ങളും എല്ലാം കിട്ടുക. ആ കിട്ടുന്നതിൽ നിന്ന് കിറ്റ് ആക്കി ഒരു കിറ്റിന് 6 രൂപയോ മറ്റ് കമ്മീഷൻ, 5-6 രൂപ കമ്മീഷൻ റേഷൻ വ്യാപാരിക്ക് കൊടുക്കും. അതാത് സ്ഥലങ്ങളിലെ റേഷൻ ഒരു കിറ്റിന് 5 രൂപയോ 6 രൂപയോ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നു 5 രൂപ എന്ന് കമ്മീഷൻ കൊടുക്കും. ആ കമ്മീഷൻ ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. ഈ അടുത്ത ദിവസമാണ് 4 കോടിയിലധികം, ഇനിയും പകുതി കിടക്കുകയാണ്. 9-10 കോടിക്ക് അടുത്ത് കമ്മീഷൻ കുടിശ്ശിക കിടന്നത്. ഞങ്ങൾ സമരത്തിൽ പോകും എന്ന് പേടിപ്പിച്ച് മാത്രമല്ല, അടുത്ത തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ വരുന്നു, അത് കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ വരുന്നു. അപ്പോഴേക്കൊക്കെ ഇങ്ങനെ ഒരു ടീമിനെ അത് മാത്രം ഉണ്ടാക്കി വെച്ചാൽ പോരല്ലോ, ആ ടീമിനെ പ്രവർത്തിക്കാനും പറയാനും കാര്യങ്ങൾ വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് ടീമിനെ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അതിന്റെ നടത്തിപ്പിന്, അതിന് മറ്റ് സൗകര്യങ്ങൾ ചെയ്യാൻ ഇതുപോലെ കിറ്റോ കമ്മ്യൂണിറ്റി കിച്ചണോ വീടാന്തരം കയറി കൊടുക്കാനായിട്ട് സഖാക്കൾ വരും. അങ്ങനെ എല്ലാ തരങ്ങളും ഇതൊക്കെ കാണിക്കുക, ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് ഈ സ്ട്രാറ്റജിക് ടീമിനെ, കമ്മ്യൂണിക്കേഷൻ ടീമിനെ ഉപയോഗിച്ച്, അതിനുള്ള ക്യാമറ ഉപയോഗിച്ച് എല്ലാത്തര സംവിധാനങ്ങളോടും കൂടി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കും. ഈ എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനങ്ങളിലും അവരുടെ തിയേറ്ററുകളിലൂടെയും ഇതൊക്കെ തന്നെ കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ എവിടെയൊക്കെ മലയാളികളുണ്ടോ, അത് മലയാളികൾ മാത്രമല്ല, എല്ലാ ഇന്ത്യക്കാരുടെ മുൻപിലും കേരളത്തിലെ LDF ഗവൺമെന്റ് എന്തൊരു ക്ഷേമാത്മകമായിട്ട് എന്തൊരു ക്ഷേമ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്, എങ്ങനെ ജനങ്ങളെ ചേർത്ത് പിടിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. നമുക്കല്ലേ അറിയാം. ഇന്നത്തെ മനോരമയിൽ ഞാനൊരു ഇത് കണ്ടായിരുന്നു. മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട് ഈ ക്ഷേമ പെൻഷനുകളെ പറ്റി പറയുന്ന കൂട്ടത്തില് സർക്കാർ ഉദ്യോഗസ്ഥർ, ഗസറ്റഡ് ഓഫീസേഴ്സ് വരെ ക്ഷേമ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആ വാർത്തക്കകത്ത് ഒരാളുടെ പ്ലേറ്റ് എല്ലാത്തരം കറികളും, അതായത് വെജും നോൺ വെജും ഒക്കെ നിറച്ച് വിളമ്പി വെച്ചിരിക്കുന്നു. അതിനടുത്തൊരു വൃദ്ധൻ ഇത്തിരി ചോറും ശകലം സാമ്പാറും പിന്നെ എന്തോ ഒരു കറിയും മാത്രം അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. മാധ്യമങ്ങൾ ഇങ്ങനെ തന്നെ ഇത് ചിത്രീകരിക്കണമെന്നോർത്ത് ആ പാവം വൃദ്ധൻ ഇങ്ങ് നോക്കിയിരിക്കുമ്പോഴത്തേന് വൃദ്ധന്റെ ഇലയിൽ നിന്ന് ഈ ധനികൻ ആഹാരം കഴിക്കാനിരിക്കുന്ന നിറയെ കൂമ്പാരമായിട്ട് വെജും നോൺ വെജും ഒക്കെ വെച്ചിരിക്കുന്ന ധനികൻ കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുന്നു. അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട്, അതായത് നികുതിയായിട്ട് സംഭരിക്കുന്ന പണം, ആ നികുതിയായിട്ട് സംഭരിക്കുന്ന പണം ഒക്കെ ഏതൊക്കെയോ പുലിമടകളിലേക്ക് പോവുകയാണ്. ഗവൺമെന്റ് ഏത് പുലിമടകളിലേക്ക് അയക്കുന്നു എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നാം പൗരജനങ്ങളാണ്, നാം കണ്ടെത്തണം അത്. ഇതിനെയൊക്കെ എപ്പോഴാ പുറത്തെടുക്കുക? ഇതൊക്കെ പുറത്തെടുക്കുന്നത് ഇലക്ഷൻ വരാൻ സമയത്തായിരിക്കും. അങ്ങനെ ഇലക്ഷൻ വരാൻ സമയത്ത് ഇതൊക്കെ പുറത്തെടുത്ത് ഈ സ്ട്രാറ്റജിക് ടീമിന്റെ പ്രചാരണ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണുമോ, അതുപോലെ കമ്മ്യൂണിറ്റി കിച്ചന്റെ ആവശ്യം അന്നേരം വരില്ല, കോവിഡിലല്ലോ, മറ്റേതെങ്കിലും ഒക്കെ തരത്തില് ഈ പണം അപ്പോൾ ജനങ്ങളുടെ കരങ്ങളിൽ എത്തിക്കത്തക്ക തന്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ ചെയ്യാത്ത കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, കിഫ്ബി ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് അവിടെയൊന്നും ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. പകരം ചെയ്യാത്ത കാര്യങ്ങൾക്ക് തറക്കല്ലിട്ടു എന്നോ അല്ലെങ്കിൽ റിബൺ മുറിച്ചു എന്നോ ഒക്കെ ഉള്ളത് കാണിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു എന്ന റിപ്പോർട്ട് ഉണ്ടാക്കി അതൊക്കെ പ്രചരിപ്പിച്ച് വോട്ട് വാങ്ങിക്കുക എന്ന ഒറ്റ തന്ത്രത്തിനു വേണ്ടിയാണ് ഈ 10.47 കോടി കൊടുത്ത് മൂന്നാമതൊരു വലിയ സ്ട്രാറ്റജിക് ടീം, കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള സ്ട്രാറ്റജിക് ടീമിനെ ഫോം ചെയ്തിരിക്കുന്നത്. ഒരു ജനാധിപത്യത്തിൽ ഇത് അങ്ങേയറ്റം കുറ്റകരമാണ്. കാരണം ജനങ്ങളെ സേവിക്കേണ്ടത് പ്രചാരണ തന്ത്രങ്ങൾ കൊണ്ടല്ല, യഥാർത്ഥത്തിൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വൻ മുതൽ മുടക്ക് നടത്തി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഓഫ് ഹെൽത്ത് ഇവ ഇംപ്രൂവ് ചെയ്യുക. ഇത് രണ്ടും മോശമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. താലൂക്ക് ആശുപത്രികളിലോ ജനറൽ ആശുപത്രികളിലോ മെഡിക്കൽ കോളേജിലോ പോലും യാതൊരു സൗകര്യവും കൊടുക്കാതെ
എന്തൊക്കെയാണ് നാം കേൾക്കുന്നത്, ഏതൊക്കെ തരം ചികിത്സാ പിഴവുകൾ ഡോക്ടേഴ്സിന്റെ കുറ്റമാണ്, സർക്കാരിന്റെ കുറ്റമാണല്ലോ അവിടെ ഫണ്ട് ഇല്ലാത്തത്, അവിടെ കാത്ത് തിയേറ്റർ ഇല്ലാത്തത്, പെരിട്ടോണിയൽ ഡയാലിസിന് സൗകര്യമില്ലാത്തത്, കയ്യുറ മേടിക്കാൻ പോലും സൗകര്യമില്ലാത്തത്, ഇതൊക്കെ സർക്കാർ ഖജനാവിന്റെ കുറ്റമാണ്. അപ്പൊ ഇങ്ങനെ കുറ്റങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വികലമായ ഭരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അതായത് മൂന്നാമതൊരു ഏജൻസിയെ കൂടി, വിവിധ ഏജൻസികൾ ഇപ്പോൾ തന്നെ പ്രചാരണ തന്ത്രങ്ങളിലാണ്, എന്നിട്ട് വീണ്ടും ഒരു ഏജൻസിയെ കൂടി കൊണ്ടുവന്ന് അത് വഴിയായിട്ടും കൂടി പ്രചാരണ തന്ത്രങ്ങളിലൂടെ വീണ്ടും ഈ ജനാധിപത്യത്തിന്റെ കഴുത്ത് ഞെരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന ഏത് സിസ്റ്റമാണോ ആ സിസ്റ്റത്തെ ജനങ്ങൾ കഴുത്തു ഞെരിച്ച് ഇല്ലാതെയാക്കണം. അങ്ങനെ ഡെമോക്രസിയെ മോചിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്.